വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അജ്രക്കിൽ വരുന്ന മോഡലാണ് കേട്ടോ. നമുക്കൊരു മോഡലിൽ തന്നെ നമുക്ക് 2 കളറാണ് വരുന്നത്. ഇത് നല്ല റേറ്റ് കുറവില്ല, അതായത് നമ്മൾ ഹെവി ഹാൻഡ് വർക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ റീസെല്ലിങ്ങും ഹോൾസെയിലും ഓൺലൈനായിട്ടാണ് ഉള്ളത്. റീറ്റെയിലിന് ഓഫ്ലൈൻ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന ഷോപ്പിൽ നിന്ന് മാറിയല്ലോ, KSRTC അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഹോൾസെയിൽ ഗോഡൗൺ പോലെ എടുത്തേക്കാണ്. ഇനി നമ്മൾ റീറ്റെയിലായിട്ടും ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡേറ്റ് പറയാം കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ. ഇപ്പം നമുക്ക് ഓഫ്ലൈനാണ് ഉള്ളത്. കുറേ പേര് ഇതുപോലെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്നെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതൊക്കെ. അപ്പോൾ വന്നെടുക്കാനും പറ്റും, അതിനുള്ളതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പോലെ KSRTC അവിടെ നിന്ന് അത്രയും ഇതല്ലാന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് വരാനൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പം അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഞാൻ പറയുന്ന പോലെ നമ്മൾ വീട്ടിലിരുന്നും വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കും എന്തെങ്കിലും നമുക്കിപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ റീസെല്ലിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ റീറ്റെയിലിൽ നിന്ന് എടുക്കേണ്ടവർ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല റേറ്റ് കുറവിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെ പിന്നെ ഒന്നും കൂടെ കുറവ്, അതായത് റീസെല്ലിങ്ങിന് നമ്മൾ കുറച്ച് കുറവാണല്ലോ കൊടുക്കുക. അവർക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് കേട്ടോ അവർക്ക് കൊടുക്കണേ. സാധാരണ എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് അവരൊരു റേറ്റ് ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള അത്രയും റേറ്റ് എടുക്കാം, അങ്ങനെയാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഓൺലൈനായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ്. അത്യാവശ്യം നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സിൻ്റെ വിലയും കാര്യങ്ങളും ഇതിലിപ്പോൾ സാധാരണ എത്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയണതാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ചത് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ലാറോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഷോപ്പ് റീസെല്ലിങ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടാവും കുറേ പേര്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു 1000 rupees വരുന്ന നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ റീസെല്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളൊരു 200 രൂപ ഇട്ടിട്ട് വീട്ടിലിരുന്നിട്ടല്ലേ, അപ്പോൾ 200 രൂപ മതി എന്നുള്ളതിൽ 1200 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ആ ഒരു കസ്റ്റമർ നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, അവർ നമ്മുടെ ചാനൽ കാണുന്നവരെയും നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഈ ലാറോസയിൽ 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ 1200 രൂപ അവർ വാങ്ങിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം. എന്തായാലും നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം. അപ്പോൾ അത് ഞങ്ങളൊന്ന് പറ്റിച്ചു അല്ലേ എന്നുള്ളൊരു തോന്നൽ വരാം. പക്ഷെ നമ്മൾ റീസെല്ലിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അതായത് ചെയ്യുന്നവർക്കും ഒരിക്കലും അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈഡായിട്ട് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എത്തും, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും വന്നിട്ട് ഈ റീറ്റെയിലിൽ എടുക്കുന്ന അതേ കസ്റ്റമേഴ്സ് തന്നെ ഒറ്റ പ്രാവശ്യം എടുക്കണമെങ്കിൽ ഈ ഒരു എത്രയാണ് അവരുടെ പ്രോഫിറ്റ് 50 100 എന്തായിക്കോട്ടെ, അതിൽ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് റീറ്റെയിൽ എടുക്കും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മളൊരു നല്ല ഇതെന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിലും എങ്ങനെ ഏറ്റവും നന്നാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പം അതിലും വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറച്ച് നാൾ നിർത്തി വെച്ചു. പിന്നെ നമ്മുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മെയിനായിട്ട് വേറൊരു റീസൺ. മൊബൈലും നമുക്ക് കുറച്ച് നാൾ പ്രശ്നമായി. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ റീസെല്ലിങ്ങിന് മുമ്പേ തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇനി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് തൽക്കാലം നിങ്ങൾ റീസെല്ലിങ്ങിന് മുമ്പ് ഇതൊക്കെ കൊടുത്തിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഒന്നും കൂടെ നിങ്ങൾ നമ്പർ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റീസെല്ലിങ്ങിനായിട്ട് മുമ്പ് കൊടുത്ത നമ്പർ തന്നെയാണ്. പക്ഷെ ഇപ്പം അതിൽ ഫോൺ മാറിയപ്പോൾ അതിൽ ആ ഗ്രൂപ്പും കാണുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടെ നമ്മൾ നോക്കണം. ആ ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഗ്രൂപ്പ് പോലെയാണോ ഇനി വീണ്ടും ആ ബ്രോഡ്കാസ്റ്റ് നമുക്ക് കിട്ടുമോയെന്നും അറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നാളെ എല്ലാവരും ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള റീസെല്ലിങ്ങിന് താല്പര്യമുള്ള എല്ലാവരും ഒന്നും കൂടെ
നിങ്ങൾ നമ്പർ കൊടുക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ റീസെല്ലിങ്ങിന് നിങ്ങളുടെ ഹായ് അയക്കുക, റീസെല്ലിങ്ങിന് താല്പര്യം ഉണ്ടെന്ന് ഒരു മെസ്സേജ് അയക്കുക. 7994357433 എന്നുള്ള നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. അതാണ് നമ്മുടെ റീസെല്ലിങ്ങിനും അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വേണ്ട സാധാ റീറ്റെയിൽ കസ്റ്റമേഴ്സും ഓൺലൈൻ കസ്റ്റമറും അതിലേക്ക് തന്നെയാണ് കേട്ടോ അയക്കേണ്ടത്. ഹോൾസെയിലിന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ബ്രോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അത് 9061222933 എന്ന് പറയുന്ന ഒരു നമ്പറിലോട്ടാണ്. അതിൽ ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ മാറ്റുന്നില്ല. ഹോൾസെയിൽ വേണ്ടവർക്ക് ഒരു നമ്പർ, റീറ്റെയിൽ വേണ്ടവർക്ക് ഒരു നമ്പർ, റീസെല്ലിങ്ങിനും റീറ്റെയിലിനും കൂടി ഓൺലൈൻ കസ്റ്റമേഴ്സിനും കൂടി ഒരു നമ്പറാണ് കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് അയക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ലാറോസയുടെ റീസെല്ലർ ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നാലും നിങ്ങളൊന്നും കൂടെ അയച്ചോളൂ മെസ്സേജ്, ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. റീസെല്ലിംഗ് ആയാലും ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും നമ്മൾ എല്ലാ ദിവസവും ഓരോ പുതിയ മോഡൽ എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പഴയതുപോലെ കുറേ കാണിക്കാത്തത്. നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ അജ്രക്കിൽ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വേറെ നല്ല സുഖമുണ്ട്, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഇതുവരെ വരാത്ത റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു റെഡ് കളറാണ്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള റെഡ്. അപ്പോൾ അതിൽ മാച്ചായിട്ട് നമ്മൾ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ട് റെഡ് മിററും കൂടെ കൊടുത്ത് നന്നായിട്ട് വർക്ക് വരുന്ന രീതിയിൽ നോക്കി. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? ഇപ്പം നമുക്ക് കുറേ കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും പറയണതാണ് നമ്മുടെ ഷേപ്പ്, ആ ഒരു കട്ടിങ് നല്ല രസമാണെന്നുള്ളത്. ഇത് നമുക്ക് വിത്ത് ഷോളാണ്. 1299 രൂപയാണ് കേട്ടോ ഈ ഒരു മോഡലിന് വരുന്നത്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനും കുറവാണ്, സെറ്റ് ടു സെറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷെയ്ഡ്, റെഡ് കളറാണ്. കുറച്ച് ലൈറ്റ് ഒരു റെഡ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല, നല്ല റെഡാണ്. അതിൽ തന്നെ നല്ല ഭംഗിയിൽ ആൻറ്റിക്കും പിന്നെ നമ്മൾ മിറർ വർക്കും കൂടെ കൊടുത്തിട്ട് വരുന്നതാണ്. വള്ളയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോസ് ഐഡിയിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയൊക്കെ നമ്മൾ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് അതായത് ഈ സെയിം തന്നെ നമുക്ക് ഒരു കളറും കൂടെ വന്നേക്കാണ്. അതായത് ബ്ലാക്കിൽ ഓറഞ്ചാണ് വരുന്നത് കേട്ടോ. അത് നോക്കി എന്ത് ഭംഗിയാന്ന് ശരിക്കും. നേരിട്ട് ഈ പ്രൊഡക്റ്റ് ഇതിനും ഭംഗിയുണ്ട് കേട്ടോ എല്ലാം. അതായത് ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ എനിക്ക് തോന്നാം വീഡിയോയിൽ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്തോ അത്ര ഭംഗിയില്ല എന്നുള്ളത്. ഇപ്പം ഇതിൽ ബ്ലാക്ക് കളറ് വരുന്ന ഒരു ഓറഞ്ച് പ്രിന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് നമ്മൾ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി വർക്കാണ്. 1299 ആണ് റേറ്റ്. 1299 നമുക്ക് ഏത് ടൈപ്പിൽ ഷോൾ ഇട്ടാലും ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് 1 ലെയർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 1 ലെയർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ട്. വിത്ത് ഷോളായിട്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. 1299 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നോക്കി നല്ല 2.5 മീറ്റർ തന്നെ ഇതിന് നമ്മൾ ഷോളിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ 1 ലെയറിൽ നമ്മൾ വലിയ 2 സൈഡിൽ സെയിം മെറ്റീരിയൽ ബോർഡർ വെച്ചിട്ടുണ്ട്. എയർലൈനായിട്ട് നല്ല ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ആ ഒരു സെയിം മിറർ വർക്ക് തന്നെ നമ്മളിവിടെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പ്. അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിങ്ങും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. 2 ഷെയ്ഡാണുള്ളൂ. അജ്രക്കാണ്. നമ്മൾ കുറേ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ ഈദും വിഷുവും കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കളക്ഷൻ ഇടുന്നത്. എല്ലാ ദിവസവും പ്രൊഡക്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഞാൻ കാണിച്ചല്ലോ അതിൻ്റെ ഷോള് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ബ്ലാക്കും കണ്ടോ, ബ്ലാക്കിൽ ആ ഒരു സെയിം പ്രിന്റ് ബോർഡർ വരുന്നതാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ മോഡലാണ് എല്ലാം. ഇപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നിട്ട് അജ്രക്ക് കംപ്ലീറ്റ് ആയിട്ട് കോട്ടണിൽ വർക്ക് വരുന്നത് കഴിഞ്ഞു. വളരെ കുറച്ച് പീസാണ് ബാക്കി. അത്രയും മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ടോ. ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ഇല്ലയെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അജ്രക്കിലാണ്. റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. 2 കളറുള്ളൂ. അപ്പോൾ റീസെല്ലിംഗ് ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിലായിട്ടും എടുക്കാം.
ഓൺലൈനായിട്ട് റീറ്റെയിൽ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓഫ്ലൈൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. റീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അറിയില്ലെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ റീസെല്ലിങ്ങിനും ഉണ്ട്, അതിനും ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ നമ്പർ തന്നെയാണ്. പുതിയതായിട്ട് ആഡ് ചെയ്യുന്നവർക്ക് ഞാൻ റീസെല്ലിങ്ങിന് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടിപൊളി മോഡലാണ്, പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇത് വിഷു കളക്ഷനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.